കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുനോ ഭവന്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മളെ എല്ലാ അവയവങ്ങളെക്കുറിച്ചുള്ള യോഗകളും കേട്ടറിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കണ്ണിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായി എന്തൊക്കെ പരിശീലനങ്ങൾ, എന്തൊക്കെ യോഗാമുറകളാണ് യോഗയിലുള്ളത് എന്ന് ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനോട് ചോദിച്ചു തന്നെ അറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു യോഗാ പരിശീലനങ്ങളൊക്കെ? യോഗ പരിശീലനം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കും എന്ന് നമ്മൾ പല എപ്പിസോഡുകളിൽ കൂടെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് കണ്ണിന്റെ വിഷയം എടുക്കുന്നതിന്റെ ഒരു കാരണം കൂടെ ഉണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകൻ എന്റെ യോഗ പരിശീലനത്തിന് വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ആരോഗ്യം കുറെ കൂടെ ശ്രദ്ധിക്കണം, ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം യോഗ പരിശീലനം ആരംഭിച്ചത്. അപ്പോ അദ്ദേഹത്തിന് യോഗ പരിശീലനം തുടങ്ങുന്ന സമയത്ത് കണ്ണാടിയുണ്ട്. എല്ലാ ദിവസവും കണ്ണാടി വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഒരു 1-2 മാസത്തെ പരിശീലനത്തിനൊടുവില് എന്നോട് അദ്ദേഹം ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് എന്നോട് പറഞ്ഞത്, അദ്ദേഹം എല്ലാ ദിവസവും യോഗ പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് കണ്ണാടി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് പരിശീലനം ആരംഭിക്കുന്നത്. പോകുമ്പോൾ ആ കണ്ണാടി തിരിച്ച് എടുത്ത് വെച്ചിട്ട് പോകും. അങ്ങനെ കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, കണ്ണാടി എടുത്തിട്ടില്ല. അപ്പോൾ ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നു. അതായത് സാധാരണ ദിവസങ്ങളിൽ കണ്ണാടി വെച്ചില്ലെങ്കിൽ നമുക്ക് ആ കാഴ്ചയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, പെട്ടെന്ന് അത് ഓർമ്മ വരും, കണ്ണാടിയില്ല, അപ്പോൾ ആ കണ്ണാടി എടുത്ത് വെക്കും. അപ്പോൾ അന്ന് കണ്ണാടി എടുക്കാൻ മറന്നപ്പോൾ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി മെച്ചപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, കാഴ്ച മെച്ചപ്പെടാൻ വേണ്ടി അല്ല ഞാൻ യോഗ പരിശീലനത്തിനായി വന്നത്, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ കാഴ്ചശക്തി വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെയും കൺസൾട്ട് ചെയ്ത് അത് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി, കുറേയേറെ ആൾക്കാരെങ്കിലും ഒരുപക്ഷെ സംശയിക്കുന്നുണ്ടാവും, ഇപ്പോൾ വാർദ്ധക്യത്തിലൊക്കെ എത്തി, ഇനിയിപ്പം കണ്ണിന്റെ കാഴ്ചശക്തിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല, ഇനി കണ്ണാടിയൊക്കെ വെച്ച് ജീവിതം മുന്നോട്ട് നീങ്ങണം. ഏറെക്കുറെ ആൾക്കാർക്കെങ്കിലും കാഴ്ചയിലൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പഴകിപ്പോയ അവസ്ഥകളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ എന്നാൽ പോലും ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മെച്ചപ്പെട്ട ഒരു കാഴ്ചശക്തിയിലേക്ക് യോഗ പരിശീലനം നമ്മളെ സഹായിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേക്കുന്നത് കണ്ണുകൾ തുറന്നുകൊണ്ടാണ്, അല്ലെ? കണ്ണുകൾ തുറന്ന് കണ്ണ് ചിമ്മി കണ്ണ് തിരുമ്മി ഒക്കെയാണ് നമ്മൾ പ്രഭാതത്തിൽ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. ഈ കണ്ണ് തിരുമുക അല്ലെങ്കിൽ കണ്ണ് ഇറുക്കി അടച്ചു തുറക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു സ്വാഭാവിക തലത്തിലുള്ള കണ്ണിന്റെ എക്സസൈസുകളാണ്. പക്ഷെ കുറെ കൂടെ ബോധപൂർവം കണ്ണിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി തീർച്ചയായിട്ടും മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, കണ്ണിന്റെ രോഗങ്ങൾ, വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഇപ്പോ മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ യോഗ പരിശീലനങ്ങൾ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കണ്ണിനുണ്ടാകുന്നത്? ഒന്നാമതായിട്ട്, ഇന്ന് ഏറെക്കുറെ ആൾക്കാരെങ്കിലും സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. അതായത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണും ടാബും എല്ലാം ഉള്ളതാണ്. ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് നമ്മൾ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത്? അതൊരു പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് അറിയണമെങ്കിൽ സ്ക്രീൻ ടൈം കൃത്യമായിട്ട് എത്ര ഉപയോഗിച്ചു എന്നൊക്കെ ഇന്നത്തെ മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട് ഡേറ്റ ഉണ്ട്. ഒരു പക്ഷെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ആ ഡേറ്റ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കരുതുന്ന നമ്മളൊരു അരമണിക്കൂറൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. എന്നാൽ ചിലപ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ നമ്മൾ പോലും അറിയാതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് പണ്ടത്തതിലും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരുമ്പോൾ
കണ്ണിന് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ വിഷ്വൽ നെർവ്സ് കുറെ കൂടെ സ്ട്രെയിൻ ആവും. വിഷ്വൽ നെർവ്സ് സ്ട്രെയിൻ ആകുമ്പോൾ അതിന് ഡാമേജ് വരാറുണ്ട്. അതിന് പലതരം പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് പലപ്പോഴും ഗ്ലോക്കോമ പോലെ ഉള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. കണ്ണിന് പ്രഷർ വരുന്ന ഒരു രോഗം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ണിന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ യോഗ പരിശീലനം നമ്മുടെ കണ്ണിന്റെ പ്രഷർ കുറച്ച്, ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വിഷ്വൽ നെർവ്സിനൊക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറച്ചുകൊണ്ട് കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെയിൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ കണ്ണിന്റെ പേശികൾക്കൊക്കെ വരുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. ആ കണ്ണിന്റെ പേശികൾക്കൊക്കെ സ്ട്രെയിൻ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സിന് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഒരു ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചധികം മണിക്കൂറുകൾ നിങ്ങൾ സിസ്റ്റത്തിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം. അത് നമ്മുടെ ഒപ്റ്റിക് നെർവ്സ് സ്ട്രെയിൻഡ് ആകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ യോഗയിലെ പല യോഗാസന മുറകളും പ്രാണായാമങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒപ്റ്റിക് നെർവ്സിന്, അവിടുത്തെ പേശികൾക്ക് ഉള്ള സ്ട്രെയിൻ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. അതുവഴി നമുക്ക് കുറെ കൂടെ ശാന്തമാവാനും കുറച്ചും കൂടെ ഫോക്കസ് ലഭിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവനും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ച ലഭിക്കാൻ കണ്ണിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരുപാട് സ്ട്രെയിനുള്ള ജോലികളും ഒരുപാട് സ്ട്രെസ് കണ്ണിന് തോന്നുമ്പോൾ അതിനു വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. കാരണം കണ്ണിന്റെ മസിൽസിന് സ്ട്രെയിൻ വരുമ്പോൾ തന്നെ നമ്മുടെ ഫോക്കസ് മാറും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനകത്ത് ഡിസ്ട്രാക്ഷൻസ് വരും, അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. തലവേദന, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഇതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊരു നല്ല പരിഹാര മാർഗമാണ് യോഗ പരിശീലനം. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു യോഗ പരിശീലനം നമ്മുടെ പെരിഫറൽ വിഷൻ, കണ്ണിന്റെ ഒരു പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത് ഒരു ആകമാനം നമ്മളൊരു സ്ഥലത്തേക്ക്, ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന കുറേയേറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ആ പെരിഫറൽ വിഷൻ കുറെ കൂടെ ക്ലിയർ ആവുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കാഴ്ചശക്തി നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത്. പിന്നെ പൊതുവെ നമ്മുടെ കാഴ്ചശക്തി യോഗ പരിശീലനം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ കാഴ്ചശക്തിയിൽ വരുന്ന ആ വ്യത്യാസം. പിന്നെ കണ്ണിന് വേണ്ടിയുള്ള യോഗ പരിശീലനം ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവിക തലത്തിൽ നമ്മുടെ ഏകാഗ്രത വർദ്ധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠനത്തിലൊക്കെ കുറെ കൂടെ മികവ് നേടാനായിട്ട് ഈ ഏകാഗ്രത, ഫോക്കസ് ഒക്കെ നമ്മളെ സഹായിക്കും. പിന്നെ വരാൻ സാധ്യതയുള്ള കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലാത്തവർക്ക് ജോലി സംബന്ധമായിട്ടും അല്ലാതെയും സ്ട്രെയിനും ഒക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, വരാൻ സാധ്യതയുള്ള കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് യോഗ പരിശീലനം കൊണ്ട് സാധ്യമാണ്. പിന്നെ ചിലർക്ക് കണ്ണ് ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ കാണിച്ച് അതിനുള്ള മരുന്നുകൾ വാങ്ങിച്ച് തൽക്കാല ആശ്വാസം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ കണ്ണിന് ഡ്രൈനെസ് വരിക, കണ്ണിന് ചൊറിച്ചിൽ വരിക, തലവേദന വരിക, അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പഠനം, അമേരിക്കയിൽ നടത്തിയ ഒരു പഠനം വായിക്കുകയുണ്ടായി. അപ്പോൾ ആ പഠനത്തിൽ അവർ പറഞ്ഞത്, നമുക്ക് ഓരോ വ്യക്തികൾക്കും മിനിമം 2 മണിക്കൂറെങ്കിലും പുറത്ത് അല്ലെങ്കിൽ തുറസായ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നത് കണ്ണിന്റെ കാഴ്ചശക്തിയിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ കൂടുതലും വീട്ടിന്റെ അകത്തും മൊബൈൽ ഫോണിലും ഒക്കെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ലോങ് വിഷൻ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു വലിയ ഒരു കാഴ്ച കാണുന്നതും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് നമ്മുടെ കാഴ്ചയുടെ ആ പരിമിതിയും വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, സൂര്യപ്രകാശം കണ്ണിന് ഏൽക്കുന്നതും വളരെ നല്ലതാണ്. വളരെ അതിരാവിലെയുള്ള സൂര്യപ്രകാശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും വളരെയധികം കണ്ണിന് മെച്ചപ്പെടുന്ന ഒരു ആരോഗ്യസ്ഥിതി നൽകും എന്നാണ് പഠനങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്.
ഇപ്പോ കണ്ണിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി ചെയ്യാൻ സാധിക്കുന്നത്? പൊതുവെ യോഗാസന പരിശീലനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശിരസിലേക്ക് രക്തയോട്ടം കൂട്ടുന്ന എല്ലാ യോഗാസന പരിശീലനങ്ങളും കണ്ണിനും വളരെ ഫലപ്രദമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാദഹസ്താസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അതായത് ഫോർവേഡ് ബെൻഡ്സ് എല്ലാം തന്നെ കണ്ണിന് വളരെയധികം മെച്ചപ്പെട്ട ആരോഗ്യം നൽകും. പാദഹസ്താസനം വളരെയധികം കണ്ണിന് ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണ്. ഉഷ്ട്രാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. അതും വളരെയധികം ഫലപ്രദമായ ഒരു യോഗാസനമാണ്. പിന്നെ കുറെ കൂടെ അഡ്വാൻസ് ലെവലിലൊക്കെ യോഗ പരിശീലനം ചെയ്തു പോകുന്നവരാണെങ്കിൽ ഹലാസനം, കർണപീഠാസനം ഒക്കെ വളരെയധികം ഫലപ്രദമാണ്. എന്നാൽ ഒരുപക്ഷെ യോഗ പരിശീലനം നടത്തുന്നവരല്ലെങ്കിൽ പോലും കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ലളിതമായ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഞാൻ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിലൊന്നാമതായിട്ട് നമ്മൾ പാമിങ് കൊടുക്കുക എന്ന് പറയും. പാമിങ് എന്ന് പറയുന്നത് നമ്മുടെ 2 കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് 2 കൈകളും ഉരയ്ക്കുമ്പോൾ നമുക്കതിനകത്തൊരു ചെറിയ ഒരു ചൂട് അനുഭവപ്പെടും. ആ ചെറിയൊരു ചൂട് അനുഭവപ്പെടുമ്പോൾ അത് പതുക്കെ നമ്മുടെ കണ്ണിലോട്ട് അല്പസമയം വെച്ചു കൊടുക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ 2ഉം നന്നായിട്ട് റബ്ബ് ചെയ്യുക. ആ 2 കൈകളും ചെറിയൊരു ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ പോകരുത്. ആ രീതിയിൽ നമ്മുടെ കൈകൾ ഒരല്പം മടക്കുക. അതിനുശേഷം ഈ 2 കൈകളും കണ്ണിലോട്ട് അല്പസമയം വെച്ചിരിക്കണം. അല്പസമയം എന്ന് പറയുന്ന ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് കൈകൾ അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ തന്നെ ചെറിയൊരു ആ ഒരു കൈയിൽ നിന്ന് തന്നെ ആ ചെറിയ ചൂട് നിങ്ങളുടെ കണ്ണിലേക്ക് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ണിൽ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ആ റിലാക്സേഷൻ പതുക്കെ പതുക്കെ നമ്മുടെ സ്ട്രെസ്സിന് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ സമയമനുസരിച്ച് 3-4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ചെയ്യാം. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ പേശികൾക്ക് നല്ല റിലാക്സേഷൻ ലഭിക്കും. അതുമാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന്റെ ഡ്രൈനെസ് അതെല്ലാം പതുക്കെ പതുക്കെ മാറി വരാനായിട്ട് നമ്മളെ സഹായിക്കും. മറ്റൊരു ഐ എക്സസൈസ് എന്ന് പറയുന്നത് ബ്ലിങ്കിങ് ആണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച കളറിലേക്ക് നോക്കി, കഴിവതും പച്ച കളറിലേക്ക് നോക്കി ചെയ്യണമെന്ന് പറയുന്നത് കളർ തെറാപ്പിയുടെ ഒരു ഭാഗവും കൂടെയാണ്. പച്ച കളറിലേക്ക് നോക്കി നിങ്ങളുടെ കണ്ണുകൾ നന്നായി തുറക്കുക, കണ്ണ് ഇറുക്കി അടയ്ക്കുക. അതിനകത്ത് ഫേഷ്യൽ മസിൽസും കൂടെ ഉൾപ്പെടുത്തി കണ്ണ് ഇറുക്കി അടയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മുഖത്തെ പേശികൾക്കും കൂടെ അതിന്റെ ഗുണം ലഭിക്കും. അപ്പോൾ അങ്ങനെ കണ്ണ് ഇറുക്കി അടച്ച് തുറക്കുക, ഇറുക്കി അടച്ച് തുറക്കുക. അങ്ങനെ ഒരു 20-25 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഈ എക്സസൈസ് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒരു ദിവസം 2 നേരം വെച്ചെങ്കിലും ചെയ്യുന്നത് വളരെ അധികം എഫക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും രാവിലെയും വൈകുന്നേരവും ഇത് ചെയ്തു പോകേണ്ടത് തന്നെയാണ്. മൂന്നാമതായിട്ടുള്ള ഒരു ഐ എക്സസൈസ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈ നന്നായിട്ട് നീട്ടിപ്പിടിച്ച് തംസപ്പ് നമ്മൾ കാണിക്കത്തില്ലേ, അങ്ങനെ തംസപ്പ് കാണിക്കുന്ന പോലെ കൈകൾ നീട്ടിപ്പിടിക്കുക. അപ്പോൾ നിങ്ങളുടെ തള്ളവിരല് നിങ്ങളുടെ ഐ ലെവലിൽ ആ ഒരു ഐ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം തള്ളവിരല് നിർത്താനായിട്ട്. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കാതെ തന്നെ, കഴിവതും ബോധപൂർവം കണ്ണുകൾ അടയ്ക്കാതെ ആ തള്ളവിരലിലേക്ക് ഒരല്പസമയം നോക്കി നിൽക്കണം. കണ്ണുകൾ അടയ്ക്കാനായിട്ടുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകും. എന്നാൽ പോലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് വരെ നമ്മൾ അല്പസമയം അത് കഴിവതും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. തുടക്കത്തിലൊക്കെ നമ്മുടെ കണ്ണടഞ്ഞു പോകും, കുഴപ്പമില്ല. പക്ഷേ ഈ പരിശീലനം ദിവസേന ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ണിന്റെ ഒരു കാഴ്ചശക്തിയിൽ വരുന്നൊരു മാറ്റം വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് അനുഭവപ്പെടും. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ല. ഇത് രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ യോഗ പരിശീലനം നിങ്ങൾ നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഈ ഐ എക്സസൈസും കൂടെ ദിവസേന ചെയ്തു പോവുകയാണെങ്കിൽ വളരെയധികം മാറ്റം നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തിയിൽ ഉണ്ടാകും. ഞാൻ പറയുന്ന പ്രത്യേകം എടുത്തു പറയുന്നത് കുട്ടികൾ ഇത് ദിവസേന ചെയ്യേണ്ടതാണ്. സിസ്റ്റം ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ സിസ്റ്റം യൂസ് ചെയ്യുന്നവരുണ്ട്.
അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഇത് ചെയ്തു പോകേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ കാലാന്തരത്തിൽ അവരുടെ കാഴ്ചശക്തി അത് ബാധിക്കും. കണ്ണട വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ വേണ്ടിയാണ് തുടക്കത്തിലേ നമ്മളിത് ചെയ്തു പോകണമെന്ന് പറയുന്നത്. ഇപ്പോ കണ്ണിന്റെ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ കണ്ണിന്റെ എക്സസൈസുകളെല്ലാം തന്നെ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്തു പോകാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള കണ്ണിന്റെ എക്സസൈസുകളാണ്. ഇനി യോഗാസന പരിശീലനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഗ്ലോക്കോമ ഉള്ളവരാണെങ്കിൽ ഇൻവേർട്ടഡ് പോസ്റ്റേഴ്സ് കഴിവതും ഒഴിവാക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ പർവ്വതാസനം എന്ന് പറയുന്നൊരു യോഗാസനമുണ്ട്. അത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് തല കുനിച്ച് നിർത്തി ചെയ്യുന്നൊരു യോഗാസനമാണ്. അത്തരം യോഗാസനങ്ങള് ഗ്ലോക്കോമ ഉള്ളവർ ഒഴിവാക്കണം. കാരണം അവരുടെ കണ്ണിന്റെ പ്രഷർ വീണ്ടും വർദ്ധിക്കാനായിട്ട് ഇടയാകും. അത്തരം ആൾക്കാർക്ക് വേണ്ടിയുള്ള മറ്റ് യോഗ പരിശീലന മാർഗങ്ങളുണ്ട്. അത് നിങ്ങളുടെ യോഗ പരിശീലകനുമായിട്ടോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുമായിട്ടോ ഒക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അത്തരം യോഗ പരിശീലനം അവർക്ക് വേണ്ടത് ചെയ്യാനായിട്ട്. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ എക്സസൈസുകളൊക്കെ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് കണ്ണിന്റെ എക്സസൈസിനൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും നമുക്ക് ഇങ്ങനെയുള്ള യോഗ പരിശീലനങ്ങളും ഈ പറഞ്ഞ എക്സസൈസുകളെല്ലാം ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന തലമുറകൾ എല്ലാവർക്കും ഇപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നേരിടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ആ ഒരു തലമുറയ്ക്ക് ഈ പറയുന്നത് പോലെ നല്ലൊരു ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യോഗ പരിശീലനങ്ങളും എക്സസൈസും ഈ പറയുന്ന യോഗയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം വളരെ പ്രാധാന്യമേറിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട യോഗ ഗുരു വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെല്ലാം യോഗാമുറകളാണ്, എന്തെല്ലാം യോഗ പരിശീലനങ്ങളാണ് കണ്ണിന് നമുക്ക് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ വളരെ നല്ലൊരു യോഗ പരിശീലനങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു യോഗയിലെ വിശേഷങ്ങളുമായി സുഗുണോ ഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുണോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.